Children, how are you? Are you study well? Okay. Today we shall start our GK class. Today we will learn about electrical appliances. Okay. Are you study well? Yes. എവിടെ ഇരുന്നാണ് നിങ്ങൾ പഠിക്കുക? ഇനി വരാന്താ? നോ. പിന്നെയോ? സ്റ്റഡി റൂം? യെസ്. റൂമിലിരുന്നാണ് പഠിക്കാറല്ലേ? റൂമിൽ ലൈറ്റ് കുറവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? എന്താ ചെയ്യാറ്? യെസ്, ലൈറ്റ് ഓൺ ചെയ്യും അല്ലേ? പിന്നെയോ? ലൈറ്റ് ഓൺ ചെയ്തതിന് ശേഷം പിന്നെ എന്ത് ചെയ്യും? ലൈറ്റ് മാത്രമേ ഓൺ ചെയ്യൂ? അല്ല, പിന്നെയോ? സ്വിച്ച് ഓൺ ദി ഫാൻ അല്ലേ? ഫാൻ ഇടും അല്ലേ? ഈ ഫാനും ലൈറ്റൊക്കെ പ്രവർത്തിക്കാൻ എന്ത് വേണം? ബൾബ് കത്തണമെങ്കിലൊക്കെ എന്ത് വേണം? യെസ്, കറണ്ട് വേണം, ഇലക്ട്രിസിറ്റി വേണം അല്ലേ? എങ്കിലാണ്. കറണ്ട് ഇല്ലെങ്കിൽ പിന്നെ കത്തില്ലല്ലോ അല്ലേ? അപ്പോൾ ലൈറ്റ് കത്താനും ബൾബ് കത്താനും അല്ലെങ്കിൽ ട്യൂബ് ലൈറ്റ് കത്താനും പിന്നെ ഫാൻ കറങ്ങാനൊക്കെ ഇലക്ട്രിസിറ്റി വേണം അല്ലേ? പിന്നെ വേറെ എന്തൊക്കെയാണ് ഉപകരണങ്ങൾ വീട്ടിൽ? എന്തൊക്കെയാണ്? രാവിലെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്യാറില്ലേ അല്ലേ? വാഷ് ചെയ്യണം. ബ്രഷ് ചെയ്യണമെങ്കിൽ വേണ്ട, വാഷ് ചെയ്യണമെങ്കിൽ വെള്ളം വേണം. ബാത്തില്ലേ? കുളിക്കണമെങ്കിൽ വെള്ളം വേണം. വെള്ളം എവിടുന്ന? ടാങ്കിലുണ്ടാവും. ടാങ്കിൽ വെള്ളം എവിടുന്നാണ് വരുന്നത്? നമ്മൾ മോട്ടർ ഓൺ ചെയ്തിട്ടല്ലേ? മോട്ടർ ഓൺ ചെയ്യണമെങ്കിൽ എന്ത് വേണം? എന്നിട്ട് സ്വിച്ച് ഓൺ ചെയ്താലല്ലേ മോട്ടറിൽ വെള്ളം വരുള്ളൂ, പൈപ്പിൽ വെള്ളം വരുള്ളൂ. എന്നിട്ടല്ലേ ടാങ്കിൽ നിറയുന്നത്? അപ്പോൾ അതിനെന്ത് വേണം? ഇലക്ട്രിസിറ്റി വേണം. എന്ന് പറഞ്ഞാൽ കറണ്ട് വേണം അല്ലേ? അങ്ങനെ വീട്ടിൽ ഇനിയും കുറേ ഉപകരണങ്ങളുണ്ടല്ലേ? വീടുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുറേ ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ഉണ്ട്. ഇലക്ട്രിസിറ്റി കറണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കുറേ ഉപകരണങ്ങളുണ്ട്. അതിൽ കുറച്ച് ഉപകരണങ്ങളെക്കുറിച്ചാണ് നമ്മൾ നമ്മുടെ ഈ ലെസണിൽ GK ക്ലാസ്സിൽ പറയണത്. ഓക്കെ, അറിയാലോ ഏതൊക്കെയാണെന്നല്ലേ? നല്ല കറി വെച്ചുകൊണ്ട് തേങ്ങ അരയ്ക്കണമെങ്കിലും വേണം, കറണ്ട് വേണം, അതിനുള്ള ഉപകരണം വേണം അല്ലേ? പണ്ടൊക്കെ ആണെങ്കിൽ അമ്മിക്കല്ലിൽ അരയ്ക്കും. അപ്പം അങ്ങനെയൊന്നും ഇല്ല അല്ലേ? അതുപോലെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന കുറച്ച് ഇലക്ട്രിക്കൽ അപ്ലയൻസസിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് പഠിക്കാനുള്ളത് നിങ്ങൾ ഇപ്പം പിന്നെ വേണ്ട, ഇപ്പം പിന്നെ അത്ര പിന്നെ ചൂടായിട്ടില്ല. വേനൽക്കാലത്ത് നിങ്ങളിങ്ങനെ സ്കൂളൊക്കെ പൂട്ടിയിരിക്കുന്ന സമയത്ത് നല്ല ഹോട്ടാണല്ലേ? അപ്പം നിങ്ങളെന്താ ചെയ്യാറ്? തണുത്ത വെള്ളം കുടിക്കാറുണ്ടോ? തണുത്ത വെള്ളം കുടിക്കാൻ അത്ര നല്ലതൊന്നുമല്ല തൊണ്ടയ്ക്ക്, എന്നാലും നമ്മൾ കുടിക്കാറുണ്ടല്ലേ തണുത്ത വെള്ളം കുടിക്കുക അല്ലേ? പിന്നെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടതാണ് ദി മോസ്റ്റ് തിങ് ഐസ്ക്രീം അല്ലേ? അതെങ്ങനെയാണ്? തണുത്തിരിക്കും അല്ലേ? നമ്മളത് പിന്നെ അലിഞ്ഞു പോവാതിരിക്കാൻ, ഒരുക്കി പോവാതിരിക്കാൻ എവിടെ വയ്ക്കും? യെസ്, ഫ്രിഡ്ജിൽ അല്ലേ? ഫ്രിഡ്ജിൽ അല്ലേ? പിന്നെ തണുത്ത വെള്ളം കുടിക്കാൻ ഫ്രിഡ്ജിൽ വെച്ച വെള്ളം എടുത്ത് കുടിക്കും അല്ലേ? ഇപ്പോൾ ഫ്രിഡ്ജ് എന്നതിങ്ങനെ വേറെ പേരുണ്ട്, അറിയാമോ? എന്താണ്? റെഫ്രിജറേറ്റർ. എന്താണ് പേര്? റെഫ്രിജറേറ്റർ. റെഫ്രിജറേറ്റർ ആരാ കണ്ടെത്തുന്നറിയാമോ? ആൽബർട്ട് ടി മാർഷൽ എന്ന് പറയുന്ന വ്യക്തി 1899 ഫസ്റ്റ് എന്ത് കണ്ടെത്തുന്നത്? റെഫ്രിജറേറ്റർ കണ്ടെത്തുന്നത്. പിന്നെ അതിന് കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടല്ലേ? പലതരം മോഡലുകൾ, പല കമ്പനികളുണ്ട് അല്ലേ? പല കമ്പനികളിലെ ഫ്രിഡ്ജ് ഉണ്ട്. ഇത് സ്പെല്ലിങ് എന്താണെന്ന് വെക്കാം. ഇങ്ങനെയാണ് എഴുതുക. എന്താണ്? REFRIGERATOR. റെഫ്രിജറേറ്റർ. സ്പെല്ലിങ് മറക്കണ്ട. റെഫ്രിജറേറ്റർ എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജ് എന്നർത്ഥം. ആരാണ് കണ്ടെത്തിയത്? ആൽബർട്ട് ടി മാർഷലാണ് കണ്ടെത്തിയത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ എങ്ങനത്തെ ഫ്രിഡ്ജാണ്? പലതരം കമ്പനികളുണ്ടല്ലേ? ഒരുപാട് കമ്പനികളുണ്ടല്ലേ? നിങ്ങളുടെ വീട്ടിലെ ഫ്രിഡ്ജ് ഏതാണ്? നോക്കിയിട്ടില്ല? എന്നാൽ നോക്കണം കേട്ടോ ഏത് കമ്പനിയുടെ ആണെന്ന്. പലതരം കമ്പനികൾ ഇറക്കുന്നുണ്ട് അല്ലേ? ആദ്യം 1 ഡോറുള്ളതൊക്കെ ആയിരുന്നു. ഇപ്പോൾ 2 ഡോറിലെ മീതിയും താഴെയും പിന്നെ ഉള്ള വലിയതുണ്ട്. ശരിക്കും ഒരു കബോർഡാണോന്ന് തോന്നിപ്പോവില്ലേ? അത്ര വലിപ്പമുള്ള ഫ്രിഡ്ജൊക്കെ ഉണ്ട്. മറ്റേ ചെറുതായിരുന്നു 1 ഡോറായിട്ട് അല്ലേ? അതിന് തട്ടുകൾ ഉണ്ടായിരിക്കും അല്ലേ? അതിലാണ് നമ്മൾ ഓരോ സാധനങ്ങൾ വെക്കുക. എന്തൊക്കെ വെക്കാറ്? ഭക്ഷണ സാധനങ്ങൾ കേടുവരാതെ സൂക്ഷിക്കാൻ അല്ലേ? ഇന്നെടുത്തത് ഇപ്പോൾ ബാക്കിയുണ്ട്, ബാലൻസ് ഉണ്ടെങ്കിൽ നാളെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് വെക്കും. പിന്നെ ഇതൊക്കെ വെക്കാറുണ്ട്. വെജിറ്റബിൾസ് വെക്കാറുണ്ട്, ഫ്രൂട്ട്സ് വെക്കാറുണ്ട്. എല്ലാ വെജിറ്റബിൾസും വെക്കേണ്ട ആവശ്യമില്ല. ചില വെജിറ്റബിൾസ് വെക്കാതിരിക്കാൻ നല്ലത്. എങ്കിലും നമ്മൾ വെക്കാറുണ്ടല്ലേ?
വെജിറ്റബിൾസ് വെക്കും, ഫ്രൂട്ട്സ് വെക്കും അല്ലേ, അതുപോലെ വെള്ളം വെക്കും, തണുത്ത വെള്ളം കുടിക്കാനായിട്ടല്ലേ. പിന്നെ നമ്മൾ നമ്മുടെ ഫുഡൊക്കെ എടുത്തതിന് ബാക്കി ഉണ്ടെങ്കിൽ അത് വെക്കും അല്ലേ, നാളേക്ക് എടുത്ത് വെക്കാൻ, സൂക്ഷിക്കാൻ വേണ്ടി, കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് വെക്കാറുണ്ട്. അപ്പോൾ അത് എടുക്കുമ്പോൾ തിരിച്ചെടുക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? ഭക്ഷണ സാധനങ്ങൾ ഇപ്പോൾ ഫ്രൂട്ട്സ് ആണെങ്കിൽ നമുക്ക് അതുപോലെ എടുത്ത് കഴുകി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഫുഡൊക്കെ ആണെങ്കിൽ എന്താ ശ്രദ്ധിക്കേണ്ടത്? അങ്ങനെ എടുത്ത് കഴിക്കാൻ പാടുണ്ടോ? ഇന്ന് വെച്ച ഫുഡ് നാളെ എടുത്തിട്ട് അങ്ങനെ എടുത്ത് കഴിക്കാൻ പാടുണ്ടോ? പാടില്ല. എന്ത് ചെയ്യണം? നന്നായിട്ട് ചൂടാക്കണം അല്ലേ. തിളപ്പിച്ചതിന് ശേഷം മാത്രമേ ഫുഡ് ഉപയോഗിക്കാൻ പാടുള്ളൂ. വെള്ളമൊന്നും അങ്ങനെ നമ്മൾ തണുത്ത വെള്ളം കുടിക്കും അല്ലേ. ഇപ്പോൾ ഐസ്ക്രീമൊക്കെ ആണെങ്കിൽ നേരിട്ട് ഐസ്ക്രീം കഴിക്കില്ലേ അല്ലേ. അപ്പം അങ്ങനെ ചൂടാക്കി കഴിക്കേണ്ട ഭക്ഷണങ്ങളുണ്ട്. ആ ഭക്ഷണ സാധനങ്ങൾ എന്ത് ചെയ്യണം? നന്നായിട്ട് ചൂടാക്കി തന്നെ കഴിക്കണം. പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുക, ചൂടാക്കുക, പിന്നെയും വെക്കുക, പിന്നെ എടുത്ത് ചൂടാക്കുക, അങ്ങനെ പാടില്ല താനും ഇല്ല. അങ്ങനെ ഒരുപാട് തവണ ചെയ്യാനും പാടില്ല. അത് ആരോഗ്യത്തിന് ഹാനികരമാണ് അല്ലേ. അപ്പം അങ്ങനെ ഭക്ഷണ സാധനങ്ങൾ എന്താ പറയുക, നല്ല തണുപ്പായിരിക്കും. ആ തണുത്ത അന്തരീക്ഷത്തിലുണ്ടല്ലോ എന്താണ്, അതിനകത്ത് ബാക്ടീരിയ ഒന്നും കയറില്ല. അതാണ്. ഓഫാക്കിയിട്ടാൽ പിന്നെ കുറേ നേരം ഓഫാക്കിയിട്ടാൽ വല്ലാത്തൊരു സ്മെല്ല് വരും അല്ലേ. അതിനകത്തൊരു ഗ്യാസാണ്. പിന്നെ അതിന് വെള്ളം ബാക്കിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്നുണ്ട് അല്ലേ. ഞാൻ ഇടയ്ക്ക് ക്ലീൻ ചെയ്യണം അല്ലേ. അപ്പോൾ തട്ടായിട്ടുള്ള അതിൽ ഓരോന്നിലും ഓരോ സാധനം വയ്ക്കാം. ബോട്ടിലൊക്കെയാണെങ്കിൽ വെക്കാൻ വേറെ സ്ഥലമുണ്ട് അല്ലേ, എഗ്ഗൊക്കെ വെക്കാൻ വേറെ സ്ഥലമുണ്ട് അങ്ങനെ. അപ്പോൾ നമ്മൾ ഭക്ഷണ സാധനങ്ങൾ കേടുവരാതെ സൂക്ഷിക്കാനുള്ള ശീതീകരണ പെട്ടി എന്ന് പറയും അല്ലേ. നല്ല തണുപ്പല്ലേ, ഹൈ കോൾഡാണ് അതിനകത്ത് അല്ലേ. അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മിനിമൈസ് മാക്സിമൈസ് ചെയ്യാനുള്ള ഒരു ബട്ടൺ ഉണ്ടല്ലേ, അതങ്ങനെ തിരിച്ചിട്ടാണ് നമ്മൾ വേനൽക്കാലത്ത് എങ്ങനെ വേണം, വർഷക്കാലത്ത് എങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ. നമ്പർ ഉണ്ടാവും. പിന്നെ വോൾട്ടേജ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനകത്ത് ബൾബ് കത്തുന്നുണ്ടാവും അല്ലേ, ലൈറ്റ് ഉണ്ടായിരിക്കും അതിനകത്ത്. പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം നമ്മൾ. തണുപ്പിൻ്റെ അവസ്ഥ, കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് തണുപ്പ് മാറ്റി മാറ്റി വെക്കാൻ പറ്റും. അങ്ങനത്തെ അവസ്ഥയുണ്ട് അല്ലേ. അപ്പം അങ്ങനെ നമ്മൾ വസ്തുക്കൾ കേടുവരാതെ സൂക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുക. തണുപ്പിച്ച് സൂക്ഷിപ്പിക്കാനുള്ളതാണ് എന്ത്? റെഫ്രിജറേറ്റർ അല്ലേ. സാധനങ്ങളൊക്കെ വെക്കാം. അങ്ങനെയാണ്. അപ്പോൾ ഇനി ശ്രദ്ധിക്കുക, ഓടിപ്പൊട്ടെടുത്ത് കഴിക്കരുത്. ഇപ്പോൾ ഭക്ഷണ സാധനങ്ങളൊക്കെ ആണെങ്കിൽ ചൂടാക്കി തന്നെ കഴിക്കാൻ പാടുള്ളൂ കേട്ടോ. നന്നായി ചൂടാക്കിയിട്ട് വേണം കഴിക്കാൻ. ഇത് വെള്ളമൊന്നും ചൂടാക്കണ്ട, വെള്ളം തണുത്തരാൻ പെട്ടെന്ന് തന്നെ നേരിട്ടെടുത്ത് ഒഴിക്കരുതെന്ന് പറയും. ഇപ്പോൾ തൊണ്ടയിൽ നല്ല തണുപ്പടിച്ചിട്ടുണ്ടെങ്കിൽ തൊണ്ടവേദനയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ. പിന്നെ എപ്പോഴും അടക്കിയാൽ തുറക്കുക അങ്ങനെയൊന്നും പാടില്ല അല്ലേ. എപ്പോഴും അടക്കി തുറക്കുക ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പാടില്ല. അതിനെ തുറക്കുമ്പോൾ തന്നെ അതിനകത്തൊരു തണുപ്പും കൂടെ വരും അല്ലേ. ഒരു ഗ്യാസാണ് അതിനകത്തുള്ളത്. അതുകൊണ്ട് നമ്മളാണ് നമുക്ക് തണുപ്പ് ഫീൽ ചെയ്യുന്നത്. പിന്നെ വെള്ളമൊക്കെ വെച്ചാൽ ശരിക്കും ഐസാവില്ലേ, ഫ്രീസർ എന്ന് പറയും അല്ലേ. ഏറ്റവും മീതൽ തട്ടിൽ ഫ്രീസർ എന്നാണ് പറയുക. അതെന്താണ്? ഏറ്റവും തണുപ്പിക്കാനുള്ളതാണ് അല്ലേ. ആ ഫ്രീസറിനുള്ളിൽ വെച്ചാലാണ് പെട്ടെന്ന് വേഗം വെള്ളത്തിൻ്റെ ഖരാവസ്ഥ നമുക്ക് കാണാം, ഐസായിട്ട് മാറുക അല്ലേ, കട്ടയായിട്ട് മാറും. അപ്പോൾ അതിനുള്ളിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക ശീതീകരണം നടക്കുന്നത് ആ ഫ്രീസറിനുള്ളിലാണ്. അപ്പോൾ അതിനകത്ത് വയ്ക്കുന്ന സാധനമാണ് തണുത്തുറയുക അല്ലേ. അപ്പോൾ എന്തായാലും കറണ്ട് വേണം. കറണ്ട് ഇല്ലെങ്കിൽ ഫ്രിഡ്ജ് പ്രവർത്തിക്കാൻ പറ്റില്ല. അപ്പോൾ എന്താണ്? റെഫ്രിജറേറ്റർ അല്ലേ. ഇനി വേറെന്താ അറിയാം, വേറെ എന്തൊക്കെ ഉപകരണങ്ങളുണ്ട്? വേറെ നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ് വാഷിംഗ് മെഷീൻ. എന്താണ്? വാഷിംഗ് മെഷീൻ അല്ലേ. എന്താണ് സ്പെല്ലിങ്? WASHINGMACHINE വാഷിംഗ് മെഷീൻ. കണ്ടില്ലേ വാഷിംഗ് മെഷീൻ? വാഷിംഗ് മെഷീൻ ആരാ കണ്ടെത്തുന്നറിയാമോ? ജേക്കബ് ക്രിസ്ത്യൻ ഷാഫർ എന്ന് പറയുന്ന വ്യക്തിയാണ് വാഷിംഗ് മെഷീൻ കണ്ടെത്തിയത്. ആരാണ്? ജേക്കബ് ക്രിസ്ത്യൻ ഷാഫർ. 1767 വാഷിംഗ് മെഷീൻ കണ്ടെത്തിയിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ ഇങ്ങനെ തന്നെയാണ്. എന്താണ്? തുടക്കത്തിൽ ഇപ്പോഴത്തെ വാഷിംഗ് മെഷീൻ പോലത്തെ അല്ലായിരുന്നു. അതും പല കമ്പനികളുടെ ഉണ്ട് അല്ലേ, പല മോഡലുണ്ടല്ലേ. അപ്പോൾ നിങ്ങളുടെ ബുക്കിനടുത്ത് കൊടുത്ത വാഷിംഗ് മെഷീൻ നോക്കൂ, ഫ്രണ്ടിൽ ഇങ്ങനെ ഓപ്പൺ ആണ്. നമുക്ക് നമ്മുടെ തുണികൾ ഇങ്ങനെ കറങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനത്തെ വാഷിംഗ് മെഷീനാണ്. നിങ്ങളുടെ വീട്ടിൽ ഏതാണ്? അതും ശ്രദ്ധിക്കുക, കമ്പനി ഏതാണെന്ന്, പ്രവർത്തനം എങ്ങനെയാണെന്ന് നോക്കുക. മുന്നേക്കാണെങ്കിൽ വാഷിംഗ് മെഷീൻ ഇട്ട് നമ്മൾ തുണി അലക്കൽ കഴിഞ്ഞ് നമ്മളത് എടുത്തിട്ട് നമ്മൾ പുറത്ത് ക്ലീൻ ചെയ്യണമായിരുന്നു. അങ്ങനെയായിരുന്നു ഉണ്ടാകും. പിന്നെ ഒന്ന് വെള്ളം മാറ്റണം അല്ലേ, അഴുക്ക് ഡേറ്റി വെള്ളമൊക്കെ ഉണ്ടാവും. വെള്ളമൊക്കെ നമ്മൾ മാറ്റണം, വളരെ ശ്രദ്ധിക്കണം. വെള്ളം ഒഴിഞ്ഞു പോകാൻ വേറെ പൈപ്പ് ഇട്ട് കൊടുക്കണം. അത് നമ്മളൊന്ന് വെള്ളം മാറ്റി തന്നെ വേണമായിരുന്നു. ഇപ്പോൾ വെള്ളം ഒഴിഞ്ഞു പോകാൻ പൈപ്പ് ഇട്ട് കൊടുക്കണം അല്ലേ, അങ്ങനെ വേണം. അപ്പോൾ ആദ്യം തുണിയൊന്ന് എടുത്തിട്ട് നമ്മൾ പുറത്ത് വന്നിട്ട് നമ്മൾ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കണമായിരുന്നു. അങ്ങനത്തെ മെഷീനാണ് ഉണ്ടായിരുന്നത്. പിന്നെ അതിലെന്താക്കി
അതിൽ നിന്ന് തന്നെ അലക്കി എടുക്കാവുന്ന രീതിയിലായി. അങ്ങനെ ഊരിപ്പിഴിയാൻ നമ്മൾ പുറത്തെടുത്ത് ക്ലീൻ ചെയ്യേണ്ട എന്നുള്ള അവസ്ഥയിലുള്ള മെഷീൻ വന്നു. പിന്നെ എന്തായി, അത് അതിൽ അലക്കൽ കഴിഞ്ഞ് നമ്മൾ അത് എടുത്തിട്ട് ഉണക്കേണ്ട അവസ്ഥ, പുറത്തെടുത്ത് ഉണക്കിയാൽ മതി എന്നുള്ള അവസ്ഥയായി. പിന്നെയോ ഇപ്പോൾ ഉണക്കുകയും വേണ്ട, ഒന്ന് ജസ്റ്റ് പുറത്തിട്ടാൽ മതി, ഉണങ്ങിയിട്ടുണ്ടായിരിക്കും അല്ലേ. ജസ്റ്റ് എടുത്തിട്ടൊന്ന് ഇടുമ്പോഴത്തേനും ഉണങ്ങും, അങ്ങനത്തെ മെഷീനായി. പിന്നെയോ ഇപ്പം അതിനകത്ത് ശരിക്കും അലക്കലും ഉണക്കലും എല്ലാം കഴിഞ്ഞ് അയൺ ചെയ്ത് വരുന്നില്ലേ, ഇസ്തിരിട്ട് വരുന്ന മോഡലിലുള്ള മെഷീൻസൊക്കെ തുടങ്ങി അല്ലേ. അങ്ങനെ ഓരോ പുതിയ പുതിയ മോഡൽസാണ്. ഓരോ മോഡലുകൾ മാറുന്നതനുസരിച്ച് അതിൻ്റെ മോഡലുകൾ മാറുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ വിലയ്ക്കും വ്യത്യാസമുണ്ട്. ഓരോ കമ്പനികൾക്ക് ഓരോ റേറ്റാണ് അല്ലേ. അപ്പം അങ്ങനത്തെ വാഷിംഗ് മെഷീനും ഉണ്ട്. അപ്പോൾ എന്തിനാണ് വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നത്? ഡർട്ടി ക്ലോത്ത്സൊക്കെ ക്ലീൻ ചെയ്യാനാണ് എന്തുപയോഗിക്കുന്നത്? വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും. വാഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? കഴുകുക എന്നല്ലേ. കഴുകുന്നതിനുള്ള അലക്ക് യന്ത്രം എന്നർത്ഥം അല്ലേ. നിങ്ങളുടെ വീട്ടിൽ അലക്ക് യന്ത്രം ഉണ്ടോ? വാഷിംഗ് മെഷീൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ എല്ലാ വീടുകളിലും ഇപ്പം ഉണ്ടാവുമല്ലോ അല്ലേ. പിന്നെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാതെ ഏത് കമ്പനിയുടെ ഏതാണെന്ന് നോക്കുക. അപ്പം അതും പലതരം കമ്പനികളിലുണ്ട്. അപ്പോൾ അതിനും എന്ത് വേണം? കറണ്ട് വേണമല്ലേ. അല്ലെങ്കിൽ അവിടെ കറങ്ങിക്കൂടെ ഇപ്പോൾ ഇതുപോലത്തെ ഈ ഫ്രണ്ടിൽ റൗണ്ടുള്ള ഇതാണെങ്കിൽ നമുക്ക് ശരിക്കും ഇങ്ങനെ ഇരുന്ന് നോക്കിയാൽ കാണും. മറ്റേതാണെങ്കിൽ മീതെ ഭാഗത്തൂടെയാണ് ഇടുക അല്ലേ. അപ്പോൾ അതിന് അതിലെന്തിട്ട് കൊടുക്കണം? നമ്മൾ സോപ്പ് പൊടി ഇട്ട് കൊടുക്കും, വെള്ളം നിറയ്ക്കണം, സോപ്പ് പൊടി ഇടണം, നമ്മുടെ ഗ്ലോസ് ഇടണം അല്ലേ. അങ്ങനെയാണത് അല്ലേ. അപ്പോൾ കറണ്ട് പോയാൽ അത് അവിടെ സ്റ്റോപ്പാവും. അങ്ങനെയാണ്. പിന്നെ കറണ്ട് എപ്പോഴാണ് വരുന്നെങ്കിലും എപ്പോഴാണത് വർക്ക് ചെയ്യുക അല്ലേ. അപ്പോൾ അതിനും ഇലക്ട്രിസിറ്റി വേണം. അപ്പോൾ ഏതാണ്? വാഷിംഗ് മെഷീൻ, അലക്ക് യന്ത്രം. പിന്നെ എന്തൊക്കെ ഉപകരണങ്ങളുണ്ടെന്ന് അറിയാമോ? കറണ്ടിൽ കുക്ക് ചെയ്യുന്ന ഉപകരണം ഉണ്ടോ നിങ്ങളുടെ വീട്ടിൽ? നിങ്ങളുടെ വീട്ടിൽ നിന്നല്ല, നമ്മൾ ഓരോ എല്ലാ വീടുകളിലും എല്ലാം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അടുത്ത ഉപകരണമാണ് നമുക്ക് പഠിക്കാനുള്ളതാണ് മൈക്രോവേവ് ഓവൻ. മൈക്രോവേവ് ഓവൻ, MICROWAVEOVEN, മൈക്രോവേവ് ഓവൻ. ഇത് പേഴ്സി സ്പെൻസർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് കണ്ടുപിടിച്ചത്. പേഴ്സി സ്പെൻസർ എന്ന് പറയുന്ന ഒരാളാണ് ഒരു വ്യക്തിയാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. കണ്ടോ, ഇൻവെൻറ്റഡ് ബൈ മൈക്രോവേവ് ഓവൻ. പിന്നെയും കണ്ടില്ലേ. ഇതിനത് മാഗ്നട്രെയിൻ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിനകത്ത് ഒരു പെട്ടി പോലെയാണ് അല്ലേ. അപ്പോൾ അതിനകത്ത് ഒരു മാഗ്നട്രെയിൻ എന്ന് പറയുന്ന ഒരു രശ്മി, അത് ഇതിനകത്തൊരു ഫാൻ പോലെയുണ്ട്. അതിന് ചുറ്റുപാടത്തും സിൽവർ പൂശിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതെന്താ പറയുകയുണ്ടെങ്കിൽ അതിനകത്ത് വെക്കുന്ന സാധനം കുക്ക് ചെയ്യുമ്പോഴില്ലേ, ആ സാധനം എന്താണ്, ആ കുക്ക് ചെയ്യുന്ന പാത്രമല്ല ചൂട് പിടിക്കാനുള്ള വസ്തുക്കളാണ് ചൂട് പിടിക്കുക. അങ്ങനെയാണിത് വേവുന്നത്. റോസ്റ്റ് ചെയ്തെടുക്കാനൊക്കെ പറ്റും. എന്നാൽ വെള്ളം വെച്ച വേവും തോന്നുന്നുണ്ട്. വെള്ളം വെച്ച് വേവ് അല്ല, വെള്ളം വെച്ചാൽ തിളയ്ക്കും തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഇല്ല, വെള്ളം തിളയ്ക്കില്ല മൈക്രോവേവ് ഓവനകത്ത്. എന്താണ് കാരണം? വെള്ളം എത്ര ഡിഗ്രിയാണ്? 100 ഡിഗ്രി സെൽഷ്യസ് വേണമല്ലേ തിളയ്ക്കണമെങ്കിൽ. അങ്ങനെ വെള്ളം തിളപ്പിക്കാൻ ഇതിനകത്ത് പറ്റില്ല. കാരണം അതിന് വെള്ളം തിളച്ച് വരുമ്പോൾ തന്നെ സെൻറ്ററിലൊക്കെ തണുത്തിരിക്കും, ചുറ്റും ചൂടാവുകയുള്ളൂ, വെള്ളം സെൻറ്ററിൽ തണുത്തിരിക്കും. അങ്ങനത്തെ ഒരു സംവിധാനം ഇതിനകത്തുള്ള. വെള്ളം തിളപ്പിക്കാനൊന്നും പറ്റില്ല. സാധനം കുക്ക് ചെയ്യാൻ പറ്റും, റോസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. അങ്ങനത്തെ ഉപകരണമാണ് ഇത് മൈക്രോവേവ് ഓവൻ. പിന്നെ ഏതാണ്? പിന്നെ യൂണിഫോമൊക്കെ നമുക്ക് വരെ നോക്കാം. യൂണിഫോമൊക്കെ നിങ്ങൾ എങ്ങനെയാണ് കഴുകിയിട്ട് നിങ്ങൾക്ക് അമ്മ അയൺ ചെയ്ത് തരാറില്ല, ഇസ്തിരിട്ട് തരാറില്ലേ? അതിനേത് ഉപകരണമാണ്? ഇതാണ് അയൺ ബോക്സ് അല്ലേ. അയൺ ബോക്സ് ആണ് സ്പെല്ലിങ്. അയൺ ബോക്സ്, IRONBOX, അയൺ ബോക്സ്. കണ്ടില്ലേ? അയൺ ബോക്സ് പറഞ്ഞാൽ എന്താ? അയൺ ബോക്സ് ഇസ്തിരിപ്പെട്ടി അല്ലേ. എന്തിനാണ് അത് ഉപയോഗിക്കുന്നത്? ഇസ്തിരിപ്പെട്ടി എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ തുണികളൊക്കെ ചുളിവ് മാറ്റി നല്ല വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടി, നല്ല ഭംഗിയുണ്ടാവും, പുതിയത് അതുപോലെ തന്നെ ഉണ്ടാവും അല്ലേ. പിന്നെ അലക്കിയിട്ട് വാഷിംഗ് മെഷീനിലിട്ട് എന്ത് ചെയ്യുക? അലക്കുക, എന്നിട്ട് അത് എടുത്ത് ഉണക്കിയെടുത്തിട്ട് ഉണക്കി വരും അല്ലേ. എടുത്തിട്ട് എന്ത് ചെയ്യുക? നമ്മൾ അയൺ ചെയ്ത ചുളിവൊക്കെ നീരും അല്ലേ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നല്ല ഫ്രഷായിട്ട് ഇരിക്കും, നല്ല സ്മാർട്ട് നീറ്റായിട്ടിരിക്കില്ലേ. നീറ്റ് ആൻഡ് ടൈഡി എന്ന് പറയും അല്ലേ. അങ്ങനെയായിട്ട് നല്ല ക്ലീനായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ശുചിത്വത്തിൻ്റെ ഒരു ഭാഗമാണ്, ഹൈജീൻ്റെ ഒരു ഭാഗമാണ് എന്ത്? അയൺ ബോക്സ് ഉപയോഗിച്ച് ഡ്രസ്സൊക്കെ അയൺ ചെയ്തെടുക്കുക എന്ന്, ഇസ്തിരി ഇടുക എന്നർത്ഥം അല്ലേ. അങ്ങനെ ചെയ്തിട്ട് വരാറ് നിങ്ങൾ സ്കൂളിലേക്ക് അല്ലേ.
സ്കൂളിലേക്ക് മാത്രമല്ല എവിടേക്ക് പോകുമ്പോഴും വീട്ടിലിരിക്കുമ്പോൾ മാത്രം അങ്ങനെ അല്ലാതെ ആവാം. അങ്ങനെയാകുമ്പോൾ നല്ല വൃത്തിയുണ്ട്, നല്ല സ്മാർട്ടായിട്ട് തോന്നും അല്ലേ. അതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് അയൺ ബോക്സ്. അപ്പോൾ എങ്ങനെ ശ്രദ്ധിക്കണം, അയൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം അല്ലേ. അപ്പോൾ നിങ്ങൾ സ്വിച്ച് ഓൺ ചെയ്തിട്ട് ഈ പെട്ടിക്കകത്തേക്ക് കറണ്ട് വരുന്നു. എന്നിട്ട് നമുക്ക് ചൂട് അഡ്ജസ്റ്റ് ചെയ്യാൻ അതിൻ്റെ മീതെ കറങ്ങാനുള്ള ബട്ടൺ ഉണ്ട് അല്ലേ. ഏതാണ് ഇപ്പോൾ കോട്ടൺ ആണെങ്കിൽ അതിന് അഡ്ജസ്റ്റ് ചെയ്തിട്ട്, ഇനി പോളിസ്റ്റർ ആണെങ്കിൽ അതിന് അഡ്ജസ്റ്റ് ഇതിനൊക്കെ ബട്ടൺ ഉണ്ടാവും. അത് കോട്ടൺ അയൺ ചെയ്യുന്ന അതേ ഹീറ്റ് ചൂടല്ല, എന്തിന് പോളിസ്റ്റർ അല്ലേ. അത് സിൽക്ക് ഒക്കെ വ്യത്യസ്ത അനുപാതത്തിലുള്ള ചൂടായിരിക്കണം, ഇല്ലെങ്കിലോ കത്തിപ്പോവും അല്ലേ. കണ്ടിട്ടുണ്ടോ നിങ്ങൾ അങ്ങനെ ഇസ്തിരിടുമ്പോൾ കരിഞ്ഞിട്ട്? തുണിയും കരിഞ്ഞു പോവും, പിന്നെ അയൺ ബോക്സിൻ്റെ മീതെ പറ്റി പിടിച്ചിരിക്കുകയും ചെയ്യും. അപ്പോൾ അത് വേണ്ട പോലെ കളഞ്ഞില്ലെങ്കിൽ പിന്നെ മറ്റടുത്ത് തുണി അയൺ ചെയ്യുമ്പോൾ അതുമ്പോൾ പിടിക്കും അല്ലേ. അപ്പോൾ അതിനും കറണ്ട് വേണം അല്ലേ. കറണ്ട് ഉണ്ടെങ്കിലാണ് അയൺ ബോക്സ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പിന്നെ എന്താ ശ്രദ്ധിക്കേണ്ടത്, ഓടിച്ചെന്ന് അയൺ ബോക്സും തൊട്ടരുത്, നിങ്ങളൊന്നും പോയി തൊടരുത് കേട്ടോ. കുട്ടികളൊന്നും, ചെറിയ കുട്ടികളൊന്നും അത് ഉപയോഗിക്കാനേ പാടില്ല. അയൺ ചെയ്യുമ്പോൾ ചെരുപ്പ് ഉപയോഗിക്കണം. അതെന്താണ്, ഇലക്ട്രിസിറ്റി നമ്മുടെ ശരീരത്തിലേക്ക് ആയാൽ അതങ്ങനെ നമ്മുടെ കാലിലൂടെ അങ്ങനെ പോയിട്ട് എർത്തിലേക്ക് പോകും. അപ്പോഴാണ് ഷോക്ക് അടിക്കുക. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെരുപ്പിട്ട് നിന്നിട്ട് വേണം നമ്മൾ അയൺ ചെയ്യാൻ. അപ്പോൾ ഷോക്ക് അടിക്കില്ല, കാരണം ഭൂമിയിലേക്ക് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ചെരുപ്പിടാതെ നിന്നിട്ടാണെങ്കിൽ അഥവാ നമ്മുടെ കയ്യോ എവിടെയും തൊട്ടിട്ടുണ്ടെങ്കിൽ കറണ്ട് നമ്മുടെ ശരീരത്തിലായാൽ നമുക്ക് ഷോക്ക് അടിക്കും. മരണം വരെ സംഭവിക്കാവുന്ന അവസ്ഥയാണ് ഷോക്ക് അടിക്കുക എന്നുള്ളൊരവസ്ഥ. അപ്പോൾ അത് കൂടുതലും സംഭവിക്കാനുള്ളൊരു സാഹചര്യമാണ് അയൺ ചെയ്യുമ്പോൾ. അപ്പോൾ വളരെ അത് ശ്രദ്ധിക്കണം. പിന്നെ അയൺ ചെയ്യുമ്പോൾ നല്ലോണം കറണ്ടിൻ്റെ ചിലവുണ്ട്, പിന്നെ നല്ല ശക്തിയിൽ കറണ്ട് വലിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്കത് നമ്മുടെ ശരീരത്തിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ ഏറ്റവും വേഗതയിൽ പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ചെരുപ്പ് ഉപയോഗിക്കണം എന്ന് പറയുന്നത്. നിലവുമായിട്ടൊരു ബന്ധം, ഭൂമിയുമായിട്ടൊരു ബന്ധം ഉണ്ടാവാൻ പാടില്ല അയൺ ചെയ്യുമ്പോൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വസ്ത്രങ്ങളുടെ ചുളിവ് മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന നല്ല ഭംഗിയായിട്ട്, നല്ല നീറ്റായിട്ട്, നല്ല സ്മാർട്ടായിട്ട് വസ്ത്രം തോന്നിക്കാനുള്ളതാണ്, പോസ് തോന്നിക്കാനുള്ള അതിന് ഭംഗിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത്, അയൺ ബോക്സ് അല്ലേ. പിന്നെ നിങ്ങൾ ഇനി ചോദിക്കട്ടെ, ഇനി ഭക്ഷണമാണല്ലോ മെയിൻ അല്ലേ, ഫുഡ് വേണമല്ലോ നമുക്ക് മെയിനായിട്ടല്ലേ. ഭക്ഷണം കഴിക്കുമ്പോൾ കറിയൊക്കെ നല്ല ടേസ്റ്റ് ആവണം അല്ലേ. നല്ല ടേസ്റ്റിലാവാൻ വേണ്ടിയിട്ട് നമ്മളെന്ത് ചേർക്കാറുണ്ട്, തേങ്ങ ചേർക്കാറുണ്ടല്ലേ. അതെന്തിനാ അരയ്ക്കുക? പണ്ടൊക്കെ ആണെങ്കിൽ വീടുകളിൽ അമ്മിയിലാണ് അരച്ചിരുന്നത്. ഇന്ന് അമ്മിയൊന്നും ആരും ഉപയോഗിക്കാറില്ല. അതിന് ഉപയോഗിക്കുന്നത് എന്താണ്, മിക്സി എന്ന് പറയില്ലേ, മിക്സർ ഗ്രൈൻഡർ എന്നാണ് പറയുക. ഇതാണ് മിക്സർ ഗ്രൈൻഡർ എന്നുള്ള സ്പെല്ലിങ്. എന്താണ്, MIXER മിക്സർ, GRINDER മിക്സർ ഗ്രൈൻഡർ. മിക്സർ ഗ്രൈൻഡർ എന്ന് പറഞ്ഞാൽ മിക്സി നമ്മൾ ചുരുക്കത്തിൽ പറയും. ഹെർബർട്ട് ജോൺസൺ എന്ന് പറയുന്ന വ്യക്തിയാണ് മിക്സി ആദ്യം കണ്ടുപിടിച്ചിരിക്കുന്നത്. മിക്സി ഇതിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്ന് അരയ്ക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ? എങ്ങനെയാണ് നമ്മൾ സാധനങ്ങളൊക്കെ ഇടുന്നു, അഷ്ടത്തിനത്ര വെള്ളം ഒഴിക്കുന്നു അല്ലേ. അതിനകത്ത് ബ്ലേഡ് ഉണ്ടാവും, അത് അങ്ങനെ കറങ്ങിയിട്ടാണത് അരയ്യ അല്ലേ. അപ്പോൾ പിന്നെ ഓരോന്നിനും ഓരോ ജാറുകളും ഉണ്ടാവില്ലേ. ഇപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ അരയ്ക്കുമ്പോൾ ആ ജാറിനകത്തല്ല, ആ പാത്രത്തിനകത്തല്ല. പിന്നെ നമ്മൾ ജ്യൂസൊക്കെ അടിക്കും, ഫ്രൂട്ട്സൊക്കെ ജ്യൂസ് അടിക്കുമ്പോൾ അതിന് വേറെ ഒരു ജാറുണ്ടാവും അല്ലേ. പിന്നെ വസ്തുക്കളൊക്കെ പൊടിക്കാൻ, ഇപ്പോൾ മുളകാണ് ഒക്കെ പൊടിക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേറൊരു ജാറുണ്ടാവും. അപ്പോൾ അതിൻ്റെ ബ്ലേഡ് വ്യത്യാസം ഉണ്ടാവും. അതിനകത്തൊരു ഇങ്ങനെ ഒരു റൗണ്ടിൽ സാധനം കാണാം, അതിങ്ങനെ കറങ്ങിയിട്ടാണ് അത് സാധനങ്ങളൊക്കെ പൊടിക്കുക. ശ്രദ്ധിച്ചോളുണ്ട്, നിങ്ങൾ കൈയൊന്നും എടുത്ത് നോക്കരുത്, അത് നല്ല കൈ മുറിയും. പിന്നെ അതൊന്നും നിങ്ങൾ ഉപയോഗിക്കേണ്ടതല്ല, ചെറിയ കുട്ടികൾ ഉപയോഗിക്കേണ്ടതില്ല, വലിയവർ ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ എന്നാലും അതിന് പ്രത്യേകം ജാറുകളുണ്ട്. നമ്മളിപ്പോൾ തേങ്ങ അരയ്ക്കുന്ന ആ ജാറിലല്ല, അപ്പോൾ പിന്നെ ഫ്രൂട്ടുകളൊക്കെ നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ അതിന് വേറെ ജാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ബ്ലേഡിന് വളരെ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ അതിനൊക്കെ നമ്മൾ അരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത്, മിക്സർ ഗ്രൈൻഡർ അല്ലെങ്കിൽ മിക്സി എന്ന് പറയും അല്ലേ. അപ്പോൾ ഇങ്ങനെ ഈ 5 ഉപകരണങ്ങളാണ്, ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ആണ് നിങ്ങൾക്ക് ഈ ലെസണിൽ പഠിക്കാനുള്ളത്. മനസ്സിലായോ? ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? ഒന്നുകൂടി നോക്കാം അല്ലേ, എന്തൊക്കെയാണെന്ന്. ഇതാണ് നമ്മൾ ഫസ്റ്റിൽ പഠിച്ചത്. എന്താണ്, റെഫ്രിജറേറ്റർ ആണ്. റെഫ്രിജറേറ്റർ സാധനങ്ങൾ ഇരിക്കുന്നത് നോക്കൂ, കണ്ടില്ലേ? ഫ്രിഡ്ജാണത്, അതിനുള്ളിൽ സാധനങ്ങളാണ് ഇരിക്കുന്നത്, കണ്ടില്ലേ? സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഭക്ഷണ സാധനങ്ങളൊക്കെ കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് ശീതീകരണ പെട്ടി എന്ന് പറയും അല്ലേ.
അതാണ് എന്ത് റെഫ്രിജറേറ്റർ. ഇതാണ് നമ്മൾ ഫസ്റ്റിൽ പഠിച്ചത്. സാധനങ്ങളൊക്കെ വെക്കുന്നു അല്ലേ, ഓരോന്ന് വെക്കാൻ ഓരോ സ്ഥലമുണ്ട് അല്ലേ. ആരാണ് കണ്ടുപിടിച്ചത് ആദ്യം? ആൽബർട്ട് ടി മാർഷൽ 1899 ഇത് കണ്ടുപിടിച്ചത് ആദ്യം അല്ലേ. ആദ്യം 1 ഡോറൊക്കെ ആയിട്ടായിരുന്നു, ഇപ്പോൾ 2 ഡോറൊക്കെയുള്ള വലിയ കബോർഡിന് പോലെ വലിയ ഫ്രിഡ്ജൊക്കെ വാങ്ങാൻ കിട്ടും. ഭക്ഷണ വസ്തുക്കൾ നമ്മുടെ ഫുഡ് കേടുവരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. പിന്നെ വസ്തുക്കൾ തണുപ്പിൽ നിന്ന് മാറുമ്പോൾ കേടുവരുന്ന ഭക്ഷണങ്ങളുണ്ട്, അത് തണുത്ത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് അല്ലേ. നമ്മൾ ഓരോ സാധനങ്ങളൊക്കെ അല്ലേ ഫ്രീസറിൽ വെക്കും അല്ലേ. അത് കേടുവരാതിരിക്കാൻ വേണം. അപ്പോൾ ഏറ്റവും കൂടുതൽ കറണ്ട് ഉപയോഗിക്കുക തണുത്ത് ശീതീകരിച്ചിരിക്കുമ്പോൾ പിന്നെ അത് കേടുവരാതിരിക്കും. അപ്പോൾ അങ്ങനെ അതിനായിട്ട് ഉപയോഗിക്കുന്നതാണ് എന്ത്? റെഫ്രിജറേറ്റർ അല്ലേ. നെക്സ്റ്റ് ഏതാണ്? ഇതെന്താണെന്ന് കണ്ടാൽ മനസ്സിലാവോ? ഇതെന്താണ്? വാഷിംഗ് മെഷീൻ അല്ലേ. വാഷിംഗ് മെഷീൻ, പലതരം വാഷിംഗ് മെഷീൻ ഉണ്ട്. വാഷിംഗ് മെഷീൻ ആരാണ് കണ്ടെത്തുന്നവരാണ്? ജേക്കബ് ക്രിസ്ത്യൻ ചാഫർ 1767 വാഷിംഗ് മെഷീനാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. പലതരം വാഷിംഗ് മെഷീൻ ഉണ്ട് അല്ലേ. ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള, ഫ്രണ്ടിൽ ഇങ്ങനെ റൗണ്ട് ആയിട്ടുള്ള വാഷിംഗ് മെഷീൻ ഉണ്ട്. ഇത് പഴയ തരം വാഷിംഗ് മെഷീനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഡർട്ടി ക്ലോത്ത്സൊക്കെ അല്ലേ ക്ലീൻ ചെയ്യാനായിട്ട്, അഴുക്ക് വസ്ത്രങ്ങളൊക്കെ വൃത്തിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് വാഷിംഗ് മെഷീൻ, അലക്ക് യന്ത്രം അല്ലേ. അപ്പോൾ അതിനകത്ത് നമ്മൾ വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചിട്ട് പിന്നെ അതിൽ നമ്മൾ സോപ്പ് പൗഡറൊക്കെ ഇടണം അല്ലേ. എന്നിട്ട് അങ്ങനെ വേണം അത് വാഷ് ചെയ്തെടുക്കാൻ. വാഷ് ചെയ്ത് പിന്നെ വെള്ളം നിറയുമ്പോൾ അത് പിന്നെ നമ്മൾ കളയേണ്ടതുണ്ട് അല്ലേ. ഫെൻ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ആദ്യമാണെങ്കിൽ പുറത്ത് എടുത്തിട്ട് ക്ലീൻ ചെയ്യണമായിരുന്നു. ഇപ്പോൾ എല്ലാം ശരിയാക്കി തരാനാണ്. അത്ര നല്ല പുതിയ ആധുനിക ഉപകരണങ്ങളുണ്ട്. അങ്ങനെ ഡർട്ടി ക്ലോത്ത്സ് ക്ലീൻ ചെയ്തെടുക്കാനുള്ള, വാഷ് ചെയ്തെടുക്കാനുള്ള വാഷിംഗ് മെഷീൻ. നെക്സ്റ്റ് എന്താണ്? ഇതെന്താണെന്ന് അറിയാമോ? മൈക്രോവേവ് ഓവൻ. പേഴ്സി സ്പെൻസർ എന്നുള്ള അമേരിക്കൻ എഞ്ചിനീയറാണിത് കണ്ടെത്തുന്നതാണ് മൈക്രോവേവ് ഓവൻ. കണ്ടില്ലേ, മൈക്രോവേവ് ഓവൻ. ഇതെന്തിനാണ്? ഭക്ഷണപദാർത്ഥങ്ങൾ കുക്ക് ചെയ്യാൻ വേണ്ടിയാണല്ലേ. പലഹാരങ്ങളൊക്കെ, അപ്പങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും അല്ലേ. റോസ്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ. വെള്ളം തിളപ്പിക്കാൻ പറ്റില്ല, ചൂടാക്കാം അല്ലേ. അപ്പോൾ നമ്മൾ ഭക്ഷണപദാർത്ഥങ്ങളൊക്കെ നല്ല ചൂട് കൊടുക്കണമെങ്കിൽ അപ്പം തന്നെ ഉണ്ടാക്കി ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് എന്ത്? മൈക്രോവേവ് ഓവൻ അല്ലേ. ഇതൊക്കെ ഓരോരുത്തരുടെ വീട്ടിൽ ഉപയോഗിക്കുന്നത് തന്നെയാണ്. എല്ലാവരുടെ വീട്ടിലും എല്ലാം ഉണ്ടായിക്കൊള്ളുന്നില്ല എങ്കിലും മൈക്രോവേവ് ഓവൻ ഉണ്ട് ഫുഡ് കുക്ക് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഇതെന്താണ്? യെസ്, അയൺ ബോക്സ്. മനസ്സിലാവണില്ലേ? അയൺ ബോക്സ് അല്ലേ. അയൺ ബോക്സ് എന്തിനുള്ളതാണ്? ഇത് ഹെൻറി ഡബ്ല്യു സീലേ എന്ന് പറയുന്ന വ്യക്തിയാണ് കണ്ടുപിടിച്ചത്. ആരാണ്? ഹെൻറി ഡബ്ല്യു സീലേ എന്ന് പറയുന്ന പേരിലെ വ്യക്തി 1882 അയൺ ബോക്സ് കണ്ടുപിടിക്കുന്നത്. ന്യൂയോർക്കിലുള്ള വ്യക്തിയാണ് അയൺ ബോക്സ് കണ്ടുപിടിക്കുന്നത്. ചെറിയതാണല്ലോ, ഞാൻ കണ്ടില്ലേ അയൺ ബോക്സ്. അപ്പം അയൺ ബോക്സ് എന്തിനുള്ളതാണ്? നമ്മുടെ ക്ലോത്ത്സൊക്കെ വളരെ അല്ലേ, ക്ലോത്ത്സ് നല്ല നീറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്, ചുളുക്കമൊന്നുമില്ല, ചുക്കി ചുളുങ്ങാതെ നല്ല പെർഫെക്റ്റ് നല്ല നീറ്റായിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അയൺ ബോക്സ് ഉപയോഗിക്കും. അപ്പം മുന്നേ കറണ്ടൊന്നും ഇല്ലാത്ത കാലത്ത് ഏറ്റവും ആദ്യമൊക്കെ പാത്രത്തിൽ പിന്നെ ചുടുവെള്ളം നിറച്ചിട്ട് പിന്നെ പാത്രത്തിൽ തീക്കനലിട്ട് അങ്ങനെയൊക്കെ പണ്ട് ഉപയോഗിച്ചിരുന്നു പറയുന്ന ആൾക്കാർ ചുളി നിർത്താൻ വേണ്ടി. പിന്നെ നമുക്ക് ചിരട്ട കത്തിച്ചിട്ടിട്ടുള്ള അയൺ ബോക്സ് ഉണ്ടായിരുന്നു. അത് ഓടിൻ്റെ ഇരുമ്പിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു. അത് ചിരട്ട കത്തിച്ച് അതിന് ഇടുകയാണ് ചെയ്യുക. അപ്പോൾ ചിരട്ടക്കരിയുടെ ചൂട് കൊണ്ട് നമ്മുടെ വസ്ത്രങ്ങളുടെ ചുളിവ് നീരും. അങ്ങനെയായിരുന്നു മുന്നേ ഉപയോഗിച്ചിരുന്നത്. പിന്നെയാണ് ഇലക്ട്രിസിറ്റിയുടെ വന്നത്. നെക്സ്റ്റ് ഇതെന്താണ്? മിക്സർ ഗ്രൈൻഡർ അല്ലേ, മിക്സി. ആരാണിത് കണ്ടുപിടിച്ചത്? ഹെർബർട്ട് ജോൺസൺ. ആരാണ്? ഹെർബർട്ട് ജോൺസൺ എന്ന് പറയുന്ന വ്യക്തിയാണ് മിക്സി കണ്ടുപിടിച്ചിട്ടുണ്ട്. 2-3 ജാറുണ്ട്, വെവ്വേറെ ജാറുകളുണ്ട്. കണ്ടില്ലേ? എന്താണ്? ഓരോന്നിനും ഓരോ ജാറാണ് അല്ലേ. അപ്പോൾ നമ്മൾ സാധനങ്ങൾ ഇപ്പോൾ തേങ്ങ അരയ്ക്കുന്നതിലെല്ലാം പിന്നെ നമുക്ക് ജ്യൂസ് അടിക്കാനുള്ള ഫ്രൂട്ട്സൊക്കെ ഉപയോഗിക്കുക വേറെ ജാറാണ്. പിന്നെ വസ്തുക്കൾ പൊടിക്കാനുള്ളത് വേറെ ജാറാണ്. അതിനൊക്കെ അനുസൃതമായിട്ടുള്ള ബ്ലേഡുകളാണ് അതിനകത്ത് ഉണ്ടാവുക. അങ്ങനെ അല്ലേ. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്? ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. വേറെ എന്തൊക്കെ അറിയാം നിങ്ങൾക്ക്? AC ഉണ്ട് നിങ്ങളുടെ റൂമിൽ, വീട്ടിലെ. ചില വീടുകളിലൊക്കെ AC റൂം ഉണ്ടാവില്ല. അപ്പോൾ AC പ്രവർത്തിക്കണമെങ്കിൽ കറണ്ട് വേണം ഒരുപാട് അല്ലേ. ഇപ്പം ആദ്യമാണെങ്കിൽ നമ്മളിപ്പോൾ ടൈലറിങ്ങിൻ്റെ മെഷീനൊക്കെ ഇല്ലേ,
മെഷീനൊക്കെ കാലുകൊണ്ട് ഇങ്ങനെ ചവിട്ടിയിട്ടാണല്ലേ ഇപ്പോഴോ? അത് നമുക്ക് അത് കറണ്ടിലേക്ക് കണക്ട് ചെയ്ത ഇപ്പോൾ ഇലക്ട്രിസിറ്റിയിലാണ് ടൈലറിങ് മെഷീനൊക്കെ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഒരുവിധം എല്ലാം ഇപ്പോൾ എന്താണ് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഇലക്ട്രിക്കൽ അപ്ലയൻസസ് എന്ന ഒരു പിന്നെ 5 വസ്തുക്കളെക്കുറിച്ചാണ് പഠിച്ചത്. അതൊക്കെയാണ് റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, മൈക്രോവേവ് ഓവൻ, അയൺ ബോക്സ്, മിക്സർ ഗ്രൈൻഡർ. ഇത്രയാണ് നമ്മളിപ്പോൾ ഈ ലെസണിൽ പഠിച്ചത്. പിന്നെയും ഒരുപാടുണ്ട്. നിങ്ങൾക്ക് ഏതൊക്കെയാണെന്ന് നിങ്ങളുടെ വീട്ടിൽ നോക്കാം, ചുറ്റുപാടുള്ള നോക്കാം അല്ലേ, അത് മനസ്സിലാക്കണം. ഇത് മാത്രമല്ല ഒരുപാട് വേറെ ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഈ ബുക്കിനകത്ത് ഈ 5 എണ്ണമാണ്. റെഫ്രിജറേറ്റർ ആണെങ്കിൽ എന്തിനാണ്? വസ്തുക്കളൊക്കെ തണുത്ത് കേടുവരാതിരിക്കുക, തണുപ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കേടുവരാതെ ഉപയോഗിക്കുക. ജ്യൂസൊക്കെ അടിച്ച് വെച്ചിട്ട് ഇന്ന് കഴിച്ചില്ലെങ്കിൽ നാളെ കഴിക്കുക. അല്ലെങ്കിൽ എന്താണ് പിന്നെ ഐസ്ക്രീം ഉണ്ടാക്കിയാൽ അങ്ങനത്തെ അല്ലേ തണുത്തിരിക്കാതെ നല്ലതാണ്. പിന്നെ വാഷിംഗ് മെഷീൻ്റെയാണ് നമ്മുടെ ക്ലോത്ത്സൊക്കെ വളരെ പിന്നെ ക്ലീൻ ചെയ്യാനുള്ളതാണ് വാഷിംഗ് മെഷീൻ. മൈക്രോവേവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ കുക്ക് ചെയ്യാം അല്ലേ, ബേക്ക് ചെയ്യാനൊക്കെ അല്ലേ, പലഹാരങ്ങളൊക്കെ ബേക്ക് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത് മൈക്രോവേവ്, ഭക്ഷണങ്ങൾ കുക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ദെൻ അയൺ ബോക്സ് നമ്മുടെ ഡ്രസ്സ് ക്ലോത്ത്സൊക്കെ വളരെ നീറ്റായിട്ട് നല്ല എന്താ പറയുക ചുളിവുകളൊന്നും മടക്കുകളൊന്നും ഇല്ലാതെ നീറ്റായിട്ടിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ദെൻ മിക്സർ ഗ്രൈൻഡർ, മിക്സി എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ പാചകത്തിന് വേണ്ടതല്ലേ, പലഹാരത്തിനാണേലും അല്ലേ, ദോശയ്ക്ക് അരി അരക്കില്ലേ അല്ലേ, ദോശയ്ക്ക് അരയ്ക്കുന്ന പോലെ ഇഡ്ഡലിക്ക് അരക്കിയാൽ അങ്ങനെ പലതരത്തിൽ ഉള്ള അരവുകളും കാര്യങ്ങളും അതിനൊക്കെ വേണ്ടിയിട്ടല്ലേ, ജ്യൂസ് അടിക്കാൻ ഉപയോഗിക്കുന്നു, വറുക്കാനും പൊടിക്കാനൊക്കെ ഉപയോഗിക്കുന്നു അല്ലേ, അതിനൊക്കെയാണ് മിക്സർ ഗ്രൈൻഡർ ഉപയോഗിക്കുന്നത്. ഡു യു അണ്ടർസ്റ്റാൻഡ്? ക്യാൻ യു അണ്ടർസ്റ്റാൻഡ് ദിസ്? ഓക്കെ. അപ്പോൾ ഇതിൻ്റെ സ്പെല്ലിംഗ് ഒക്കെ നന്നായിട്ട് പഠിക്കണം, എന്തിനൊക്കെ ഉപയോഗിക്കുന്നതെന്നുള്ളത് മറക്കരുത്. ഓക്കെ ഓക്കെ, സ്റ്റഡി വെൽ. Then we shall wind up our class. See you next class. Bye.